6 മാസത്തിനുള്ളിൽ ആപ്പിളിന്റെ പുതിയ ഫോണായിട്ടുള്ള 18 Pro ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഈ ഒരു ഫോണിനെ പറ്റി വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സ് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈനിലും പ്രൈസിങ്ങിലും കാര്യമായിട്ട് ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ 17 Proന്റെ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയായിരിക്കും ഇത്തവണ നമ്മുടെ 18 Pro വരുന്നുണ്ടായിരിക്കുക. പുതിയ 18 സീരീസ് വരുന്ന സമയത്ത് നോർമൽ iPhone 18 ഉണ്ടാവില്ല. കാരണം നമ്മുടെ iPhone 17 അത്യാവശ്യം നല്ല റേഞ്ച് ആയിരുന്നല്ലോ. ആ ഒരു ഫോൺ തന്നെയായിരിക്കും ഇപ്പോഴും ആ ഒരു പൊസിഷനിൽ ഉണ്ടായിരിക്കുള്ളൂ. ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇനി മുതൽ വരാൻ പോകുന്ന ക്യാമറ വാരിയബിൾ അപ്പർച്ചറുള്ള ക്യാമറ ആയിരിക്കും. അതായത് ഡിഫറെന്റ് എക്സ്പോസർ നോക്കുമ്പോൾ അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്പർച്ചർ വാല്യൂ വരും. ഇതുപോലൊരു സെൻസർ ആയിരിക്കും ഇത്തവണ iPhone 18 Proയിൽ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിക്കൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, ബ്രൈറ്റ്നസിനനുസരിച്ചുള്ള ഒരു ചേഞ്ച്, അതേപോലെ തന്നെ ആയിരിക്കും ഇത്തവണ നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നമ്മുടെ സിനിമാറ്റിക് വീഡിയോ പോലുള്ള റിയൽ ഫോക്കസ് വീഡിയോസ് അടിപൊളിയായിട്ട് നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ വന്നിട്ടുള്ള ഐഫോണിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള 5G ആയിരിക്കും 18 Proയിൽ വരാൻ ചാൻസ് ഉള്ളത്. അതായത് ഇതിൽ സാറ്റലൈറ്റ് 5G ടെക്നോളജി വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ടുള്ള ആ ഒരു സാറ്റലൈറ്റ് പരിപാടി നേരിട്ട് നമ്മുടെ ഐഫോൺ സാറ്റലൈറ്റ് ആയിട്ട് കണ്ടു ചെയ്തിട്ടായിരിക്കും ഇത്തവണ 5G നമുക്ക് വരാൻ പോകുന്നത്. ഐഫോണിന്റെ ഐക്കോണിക് ഡിസൈൻ ആയിട്ടുള്ള ഡൈനാമിക് ഐലൻഡ് നമ്മുടെ ഐഫോണിൽ നിന്ന് പോവാണ്. എന്നിട്ട് ഈ ഒരു എഡ്ജിലായിരിക്കും ഇനി മുതൽ ക്യാമറ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ID ഇനി മുതൽ പുറത്തോട്ട് കാണില്ല. അത് നമ്മുടെ അണ്ടർ ഡിസ്പ്ലേ ആയിട്ടായിരിക്കും ഇനി മുതൽ ഫേസ് ID വരാൻ പോകുന്നത്. ഇനി പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും. ആപ്പിളിന്റെ A20 Pro ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. ആ ഒരു ചിപ്സെറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 2 നാനോമീറ്റർ മാത്രമേ അതിന്റെ ട്രാൻസിസ്റ്റേഴ്സ് തമ്മിലുള്ള സൈസ് വരുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആയിരിക്കും. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 3 നാനോമീറ്റർ ആയിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്നത് 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വേറെ ലെവൽ പെർഫോമൻസ് ആയിരിക്കും. സോ പുതിയ ആപ്പിൾ 18 Pro സീരീസിനൂടെ ആപ്പിളിന്റെ പുതിയ ഫോൾഡ് ഫോണുകൾ വരുന്നതാണ് പറഞ്ഞത്. ഏകദേശം 5800 mAh ബാറ്ററി ഒക്കെ ഉള്ള ഒരു ഹ്യൂജ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു സാധനമായിരിക്കും. എന്തായാലും സംഗതി പറഞ്ഞ അപ്ഡേറ്റുകളൊക്കെ വേറെ ലെവലാണ്. പക്ഷെ അതിന്റെ കളേഴ്സ് കൊണ്ടുപോയി നശിപ്പിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം നിങ്ങൾക്ക് ഇനി പുതിയ ഐഫോണിൽ വരാൻ ആഗ്രഹിക്കുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ലീക്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കമന്റ് ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാതിരിക്കും. ബൈ ജിനോ ടെക് വ്ലോഗ്. മറക്കാതെ ഫോളോ ചെയ്യുക.